കൊച്ചി കുണ്ടന്നൂർ ഭാഗത്ത് മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നത് തുടരുന്നു. ആശങ്കയിൽ മത്സ്യകർഷകർ. വെള്ളത്തിൽ അമോണിയയുടെ സാന്നിധ്യമുണ്ടെന്ന പ്രാഥമിക വിലയിരുത്തൽ നഷ്ടപരിഹാരത്തിനായി നിയമ നടപടി സ്വീകരിക്കുമെന്നും മത്സ്യകർഷകർ പറഞ്ഞു. പെരിയാറിന് പിന്നാലെ മരട് കുണ്ടന്നൂർ ഭാഗത്തും മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നത് കർഷകരുടെ ഇടയിൽ വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ചെറിയ രീതിയിലാണ് കൂട് കൃഷി നടത്തുന്ന കർഷകരുടെ മത്സ്യങ്ങൾ ചത്തുപൊന്തി തുടങ്ങിയതെങ്കിലും ഇന്നത് ക്രമാതീതമായി വർദ്ധിച്ചു. സ്ഥലത്ത് ഇന്നലെ കുഫോസും ഫിഷറീസ് വകുപ്പും പരിശോധന നടത്തി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. വെള്ളത്തിൽ അമോണിയയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിശദ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ പരിശോധനാ ഫലം വരണം. അവർ ഇന്നലെ പറഞ്ഞത് ഓക്സിജന്റെ ലെവൽ 0 അതുകൂടാണ്ട് സലൈനിറ്റി 0 ആയിട്ടുണ്ട് ഒറ്റടി. പിന്നെ അമോണിയം കണ്ടന്റ് ഉണ്ട്. പക്ഷെ അവർ പറഞ്ഞത് ശരിയായ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും ടൈം എടുക്കും. അത് ലൈവ് ജീവനുള്ള മീനെ ജീവനില്ലാത്ത മീനുകളെല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണ്ട ഒരാഴ്ച നീളുന്ന പ്രോസസ്സാണ്. അത് കഴിഞ്ഞാൽ മാത്രം അവർക്ക് കറക്റ്റ് റിപ്പോർട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നലത്തെ പ്രാഥമികമായിട്ടുള്ള ബേസിക് ടെസ്റ്റുകൾ പ്രകാരം അമോണിയത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് അവർ പറഞ്ഞു. പിന്നെ ഓക്സിജൻ 0 ആയി ഒറ്റയടിക്ക്. അതുപോലെ തന്നെ സലൈനിറ്റിയും 0 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓക്സിജൻ പെട്ടെന്ന് 0 ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കെമിക്കലിന് സാന്നിധ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ അങ്ങനെ ആകില്ലല്ലോ. വരും ദിവസങ്ങളിൽ നഷ്ടപരിഹാരത്തിനായും മറ്റും കോടതിയെ സമീപിക്കുമെന്നും കർഷകർ അറിയിച്ചു. അതേസമയം പെരിയാറിൽ അമോണിയയുടെയും സൾഫൈഡിന്റെയും സാന്നിധ്യമുണ്ടെന്ന കുഫോസിന്റെ കണ്ടെത്തലിന് വിരുദ്ധമായിട്ടായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട്. ജനം, കൊച്ചി.